ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ 9ാം ദിവസവും തുടരുകയാണ്. നെവാറ്റിം, ഹാറ്റ്സറിം താവളങ്ങൾ ഉൾപ്പെടെയുള്ള ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ മിസൈൽ ആക്രമണം നടത്തി. ഇനിയും ദുഷ്കരമായ ദിവസങ്ങൾ മുന്നിലുണ്ട് എന്ന് വ്യക്തമാക്കിയ ഇസ്രായേലി സൈനിക മേധാവി പ്രത്യാക്രമണങ്ങൾ നടക്കുന്നതായി പറഞ്ഞു. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള നിർണായക ശ്രമത്തിന്റെ ഭാഗമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ജനീവയിൽ ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലെ ഉന്നത നയതന്ത്രജ്ഞരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, അശാന്തമായി തന്നെ തുടരുകയാണ് പശ്ചിമേഷ്യ എന്നുള്ളത് നമുക്കറിയാം. ഇന്നലെ നടന്ന യൂറോപ്യൻ യൂണിയനിലെ വിദേശകാര്യമന്ത്രിമാരും ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ച, ആ യോഗം ഏറെ നിർണായകമായിരുന്നു. ആ യോഗത്തിൽ പക്ഷേ ഇറാൻ ആവർത്തിച്ച് പറയുന്നത് ഇസ്രായേൽ ആക്രമണം നിർത്തട്ടെ, അതിനുശേഷമേ സമാധാനപരമായ ഒരു ചർച്ചയിലേക്ക്, കാര്യങ്ങളിലേക്ക് തങ്ങൾ നീങ്ങുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അടുത്തെങ്ങും ശാന്തി പുലരില്ല എന്ന സൂചനയാണോ നമുക്ക് മുന്നിലുള്ളത്? ആര്യ, അങ്ങനെ കരുതേണ്ടി വരും. കാരണം അത്തരത്തിൽ ഒരു സമവായ ശ്രമത്തിനോ അല്ലെങ്കിൽ ഒരു സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഒട്ടും അയവ് ഈ ഒരു വിഷയത്തിൽ ഇറാൻ വരുത്തുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ ജനീവയിൽ നടന്ന യോഗത്തിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി നടന്ന ചർച്ചയിലും ഒക്കെ തന്നെ ഏകദേശം 3 മണിക്കൂറോളം ആ ചർച്ച നീണ്ടു നിൽക്കുകയും ചെയ്തു. ആദ്യം 1.5 മണിക്കൂറിന് ശേഷം കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കാൻ ഇറാൻ തയ്യാറായില്ലായിരുന്നു. ഒപ്പം തന്നെ അതിനുശേഷമാണ് പിന്നീട് വിദേശകാര്യമന്ത്രി വന്ന് വ്യക്തമാക്കിയത് തങ്ങൾ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല. കാരണം ഇസ്രായേലിന്റെ ആക്രമണം ആദ്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിനുള്ള തിരിച്ചടിയും ഒപ്പം തന്നെ പ്രത്യാക്രമണവും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധവുമാണ് തങ്ങൾ നടത്തുന്നത്. ഒപ്പം തന്നെ തങ്ങളുടെ ആണവ കേന്ദ്രത്തിലേക്ക് പോലും വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല. യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി ഇനിയും ചർച്ച തുടരും. അത്തരത്തിലുള്ള സമവായ ശ്രമങ്ങൾക്കൊക്കെ തങ്ങൾ തയ്യാറാണ്. പക്ഷേ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം. കാരണം അതായത് ശക്തമായ തിരിച്ചടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു വ്യക്തമായ ചിത്രം ഇതിലൂടെ ഇറാൻ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. അതേസമയം ഇതിനെതിരെ അമേരിക്കയുടെ പ്രതികരണവും വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു തരത്തിലും യൂറോപ്യൻ നേതാക്കളുമായി ചർച്ച നടത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. ഇറാൻ ആഗ്രഹിക്കുന്നത് അമേരിക്കയുമായി ചർച്ച നടത്താനാണ് എന്നുള്ളതാണ്. യൂറോപ്യൻ നേതാക്കൾ മുന്നോട്ട് വെച്ചതുപോലെ തന്നെ ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അമേരിക്കയുമായി തുടരണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതെന്തായാലും നിലവിൽ നടക്കില്ല. അതായത് ഇസ്രായേൽ ഈ ഒരു ആക്രമണത്തിൽ നിന്ന് പിന്നോട്ട് പോയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാമെന്നുള്ള നിലപാട് ഇറാൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചർച്ച അനന്തമായി നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ട്രംപ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, തങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതേസമയം ഇസ്രായേലിനോട് ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ തങ്ങൾ ആവശ്യപ്പെടില്ല, അത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല എന്നുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നു. 2 ആഴ്ച സമയമാണ് ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. അതിൽ അമേരിക്ക ആവശ്യപ്പെട്ട പ്രകാരമുള്ള ആ കാര്യങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ ഒരുപക്ഷേ ഈ ഒരു സംഘർഷത്തിന്റെ ഭാഗമാകുന്നതിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോകൂ എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സമവായ ചർച്ചകൾ അറബ് രാഷ്ട്രങ്ങളുടെ ഭാഗത്തൊന്നുണ്ട്. അറബ് രാഷ്ട്രങ്ങളൊക്കെ തന്നെ ആശങ്ക രേഖപ്പെടുത്തി രംഗത്ത് വരുന്ന പശ്ചാത്തലം. അതോടൊപ്പം തന്നെ ഇന്നലെ UN രക്ഷാകാര്യ സമിതി യോഗം ചേരുകയും ചെയ്തു. അതിൽ ഇസ്രായേലിന് കടുത്ത ഭാഷയിൽ ആണവോർജ ഏജൻസി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. കാരണം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയത് അത് വലിയ രീതിയിലുള്ള ഒരു അപരാധമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതൊരു താക്കീത് പോലെ നൽകുകയും ഒപ്പം തന്നെ ഇനി അത്തരത്തിലുള്ള പ്രവർത്തനം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശവും ആണവോർജ ഏജൻസി നൽകുകയും ചെയ്തു. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം 9ാം ദിനവും രൂക്ഷമായി തുടരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി വീണ്ടും സമാനമായ ആക്രമണം ഇരു രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. ഇസ്രായേൽ ടെഹ്റാനിലെ വിവിധ ഇടങ്ങളിൽ ആക്രമണം നടത്തി, നിരവധി കെട്ടിടങ്ങൾ തകർത്തു. ഒപ്പം തന്നെ നിരവധി പേർക്ക് വലിയ രീതിയിൽ ഹാനി സംഭവിക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് ഇറാനിലെ ടെഹ്റാനിലെ പശ്ചിമ മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തു. അതേസമയം കനത്ത രീതിയിലുള്ള പ്രത്യാഘാതമാണ് അല്ലെങ്കിൽ പ്രത്യാക്രമണമാണ് ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇസ്രായേലിൻ്റെ വിവിധ ടെല്ലവീവ് അടക്കമുള്ള വിവിധ നഗരങ്ങൾ കേന്ദ്രീകരിച്ച്, ഹൈഫ അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇറാന്റെ ആക്രമണം ഉണ്ടായത്. ഇസ്രായേലിൻ്റെ മിസൈൽ സംവിധാനങ്ങൾ തകർക്കാനായി എന്നുള്ള അടക്കമുള്ള അവകാശവാദങ്ങളും ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നു. ഒപ്പം തന്നെ ടെല്ലവീവിൽ
നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 17 പേർക്കാണ് നിലവിൽ പരിക്കേറ്റത്. അതിൽ 10ഓളം പേരുടെ നില ഗുരുതരമാണ് എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ടെല്ലവീവിലാണ് ഏറ്റവും കനത്ത നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നായി ഇറാന്റെ ആക്രമണങ്ങൾ നടക്കുന്നു. അത് പ്രതിരോധിക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ട്. പക്ഷേ അത് ഒരു പരിധിവരെ മാത്രമാണ് ഇറാന്റെയും ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും മറ്റൊന്ന്, ഈ ഇന്നലെ നടന്ന ആ ഒരു UN രക്ഷാ സമിതി യോഗത്തിൽ ഇറാനെതിരെയും രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ ഇസ്രായേലിലെ ആശുപത്രി ടൊറോക്ക മെഡിക്കൽ സെന്റർ ആക്രമിച്ച ആ നടപടിയെ വലിയ രീതിയിൽ അപലപിക്കുകയും ഒപ്പം തന്നെ അത്തരത്തിലുള്ള നടപടി അത് യുദ്ധക്കുറ്റമായി കണക്കാക്കണമെന്നുള്ള ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതിൽ ഒരു വിമർശനം ഇറാന് നേരിടേണ്ടി വരികയും ചെയ്ത സാഹചര്യമായിരുന്നു. സമഗ്രമായ വിവരങ്ങൾ നൽകിയത് MG മിഥുനാണ്. എന്തായാലും ശാന്തിയും സമാധാനവും ഒക്കെ പശ്ചിമേഷ്യയിൽ ഒരുപാട് അകലെയാണ് എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം പരിശോധിക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.